അണക്കര ചെല്ലാർകോവിലിന് സമീപം വാഹനാപകടത്തിൽ മരിച്ച അണക്കര സ്വദേശി ഷാനറ്റിന്റെ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച് തീരുമാനം വൈകുന്നു. കുവൈറ്റിലുള്ള മാതാവ് ജിനു എത്തുന്ന കാര്യത്തിൽ തീരുമാനമാകാത്തതാണ് തടസ്സം. ഏജൻസിയുടെ തൊഴിൽ തട്ടിപ്പിന് ഇരയായി 1.5 മാസത്തോളം ജയിലിൽ കഴിയേണ്ടി വന്ന ജിനു പുറത്തിറങ്ങിയെങ്കിലും ഗൾഫിലെ യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തിരിച്ചുവരവ് വൈകുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച ചെല്ലാർകോവിൽ വെച്ച് നടന്ന വാഹനാപകടത്തിൽ മരണമടഞ്ഞ അണക്കര വെള്ളറയിൽ ഷാനറ്റ് ഷൈജുവിന്റെ മൃതദേഹം വിദേശത്തുള്ള അമ്മ ജിനുവിന് ഒരു നോക്ക് കാണുന്നതിനു വേണ്ടി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കുവൈറ്റിലുള്ള ജിനുവിനെ നാട്ടിൽ എത്തിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചപ്പോഴാണ് ഈ വീട്ടമ്മ നേരിടേണ്ടി വന്ന തൊഴിൽ തട്ടിപ്പിന്റെ കഥ കൂടി പുറം ലോകമറിയുന്നത്. 2.5 മാസം മുമ്പാണ് ജിനു പത്തനംതിട്ടയിലുള്ള ഏജൻസി മുഖേന കുവൈറ്റിൽ ഡേ കെയർ ജോലിക്ക് പോയത്. 40,000 രൂപ മാസശമ്പളത്തിൽ ഒരു കുട്ടിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി എന്ന് പറഞ്ഞാണ് ജിനുവിനെ ജോലിക്ക് കൊണ്ടുപോയത്. എന്നാൽ അവിടെ ചെന്നതോടെ കുട്ടിയെ നോക്കുന്നതിനൊപ്പം വീട്ടിലെ മുഴുവൻ പണികളും ചെയ്യേണ്ടി വന്നതോടെ 1 മാസത്തിന് ശേഷം ജിനു ഈ ജോലി ഉപേക്ഷിക്കുകയായിരുന്നു. 27,000 രൂപ മാത്രമാണ് ശമ്പളമായി ലഭിച്ചത്. ജിനുവിന് ഒപ്പം തൊഴിൽ തട്ടിപ്പിനിരയായി 35ഓളം മലയാളികളും കുവൈറ്റിലെ ജയിലിൽ കഴിയുന്നുണ്ടെന്നും ഭർത്താവ് ഷൈജു പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പറഞ്ഞ ഒരു കൊച്ചിനെ നോക്കണമെന്ന് പറഞ്ഞാൽ പോയത്. 40,000 രൂപ ശമ്പളം പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വീട് മൊത്തം നോക്കേണ്ട ഇതവസ്ഥയായി. ഒരു ചെറിയതാണ്, ഒരു 40 കിലോ ഉള്ളൂ. ആ വീട് മൊത്തം നോക്കാൻ പറ്റത്തില്ലാതെ 1 മാസം അവിടെ ജോലി ചെയ്തു. ഇവർ ശമ്പളം കൊടുത്തത് ഇവിടുന്ന് 40,000 രൂപ പറഞ്ഞാണ് പോയത്. അവിടെ ചെന്നപ്പോൾ 27,000 രൂപയാണ് മൊത്തത്തിൽ കൊടുത്തത്. അങ്ങനെ അവിടുന്ന് അവിടെ ചാടിപ്പോന്നു. പിന്നെ അവിടുത്തെ സിറ്റുവേഷൻ നമുക്ക് കൂടുതൽ അറിയത്തില്ല, എന്നാ പറയുന്നതെന്ന് അറിയത്തില്ല. അതിലുപരി അവളെ ഒന്ന് ഈ കൊച്ചിനെ ഒന്ന് കാണിച്ചിട്ട് നടക്കാമെന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിനകത്ത് ഒത്തിരി പേര് പരിശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഇവളുടെ കൂട്ടത്തിൽ തന്നെ മലയാളികളായ 35 പേര് ഇവളുടെ കൂട്ടത്തിൽ തന്നെ മലയാളികളായിട്ട് ഇവള് ചെന്ന ജയിലിൽ തന്നെ കിടപ്പുണ്ട്. അവരെല്ലാവരും ഈ ഏജൻസിക്കാരിങ്ങനെ പെടുത്തുന്നതുകൊണ്ടാണ്. ഏജൻസിയുടെ കള്ളക്കേസിൽ അകപ്പെട്ട് ജിനുവിന് 1 മാസത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. കുവൈറ്റ് മലയാളി അസോസിയേഷന്റെ സഹായത്തോടെ ജയിൽ മോചിതയായ ജിനു കഴിഞ്ഞ തിങ്കളാഴ്ച നാട്ടിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴാണ് ട്രാവൽ ജയിലിൽ കോവിഡ് സ്ഥിരീകരിക്കുകയും ഗൾഫിലെ യുദ്ധ സാഹചര്യങ്ങളും മൂലം യാത്ര അനിശ്ചിതമായി തടസ്സപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസും എംപിമാരായ ഡീൻ കുര്യാക്കോസ്, സുരേഷ് ഗോപി, ആന്റോ ആന്റണി എന്നിവരും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ അവിടെ നിന്നും നാട്ടിലേക്ക് പുറപ്പെടാൻ ജിനുവിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കുവൈറ്റ് മലയാളി അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. എന്നാൽ ഇക്കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. പ്രിയപ്പെട്ട മാതാവിന് ഒരു നോക്ക് കാണുവാൻ സൗകര്യം നൽകിയ ശേഷം മാത്രമേ ഷാനറ്റിന്റെ മൃതദേഹം സംസ്കരിക്കൂ എന്ന തീരുമാനത്തിലാണ് ബന്ധുക്കൾ. ന്യൂസ് ബ്യൂറോ, അണക്കര.